കേരള ലോകായുക്ത ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രപതിയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണ്. ഇന്ന് ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ലോക്പാൽ നിയമം വരുന്നതിന് മുമ്പാണ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് ലോകായുക്ത നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, സംസ്ഥാനങ്ങൾ ഇതുപോലെ സമാനമായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻകൺസിസ്റ്റൻസി ഇല്ല എന്ന് ലോക്പാൽ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കർണാടക ലോകായുക്ത നിയമം എടുത്തു നോക്കിയാൽ സമാനമായ നിരവധി പ്രൊവിഷനുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് സെക്ഷൻ 14 വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. തന്നെയുമല്ല, ഒരു ജുഡീഷ്യൽ ഓർഡറിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവിന് അപ്പലേറ്റ് അതോറിറ്റി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ലോകായുക്ത ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഒരു ജുഡീഷ്യൽ ബോഡിയായ ലോകായുക്ത ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പീൽ ഒന്നുകിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വേണം പോകാൻ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയായി മന്ത്രിമാരുടെ അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിയും, മുഖ്യമന്ത്രിക്കെതിരെയുള്ള അപ്പലേറ്റ് അതോറിറ്റി നിയമസഭയുമായി മാറുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. സാംബവമൂർത്തി കേസ് മുതൽ മദ്രാസ് ബാർ അസോസിയേഷൻ കേസ് വരെയുള്ള 5 കേസുകളിൽ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. 5 കേസുകളിലെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി കോടതിയുടെ ഓർഡറുകളെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവിന് അധികാരം നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇതിന് അംഗീകാരം കൊടുത്തത് നിലനിൽക്കില്ല. കോടതിയിൽ പോയാൽ, കോടതിയുടെ മുൻപാകെ വന്നു കഴിഞ്ഞാൽ ഇത് 5 ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കൊടുത്ത ഈ അനുവാദം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധികൾ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. കോടതിയുടെ തീരുമാനം, അങ്ങനെയാണെങ്കിൽ കോടതി വേണ്ടല്ലോ. കോടതി എടുക്കുന്ന ഉത്തരവുകളും തീരുമാനങ്ങളും ജഡ്ജ്മെൻറ്റുകളും എക്സിക്യൂട്ടീവിന് ചോദ്യം ചെയ്യാൻ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്ത് ജുഡീഷ്യറി തന്നെ ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഈ ലോകായുക്ത ഭേദഗതി ബില്ലിന് അനുവാദം കൊടുക്കുക നിയമവിരുദ്ധമാണ്. അതിന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കോടതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭേദഗതി നിയമം നിലനിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ നിയമം കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയെയും കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പങ്കപ്പാടിലാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഈ നിയമം അതുകൊണ്ട് തന്നെ പൊതുജന താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നിയമമാണിത്. അതുകൊണ്ട് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കും, നിയമപരമായ മാർഗങ്ങൾ തേടും. ഇത് ഒരു കാരണവശാലും അഴിമതി നിരോധനം ലാക്കാക്കിക്കൊണ്ടുള്ള ഭേദഗതിയല്ല, അഴിമതിയെ യഥേഷ്ടം നടത്താനുള്ള ലൈസൻസാണ് ഈ ലോകായുക്ത നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതാണ് ഗവർണർ ഒപ്പിടരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. രാഷ്ട്രപതി ഇതിന് അനുവാദം നൽകിയതിനെ കോടതിയുടെ മുന്നിൽ വന്നാൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതികൾ തടയാനുള്ള അവസാനത്തെ മാർഗമാണ് ഇതോടുകൂടി അടഞ്ഞിരിക്കുന്നത്.